CPM കേന്ദ്രങ്ങളെ ആകെ ഞെട്ടിച്ച് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. തളിപ്പറമ്പിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് TK ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. UDFന്റെ പിന്തുണ സ്വീകരിക്കും. ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാൻ MV ഗോവിന്ദൻ നടത്തിയ നീക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിക്ക് ചേർന്നതല്ല. ഇതിന് നല്ല സംഘടനാ ബോധമുള്ള കരുത്തോടെ പാർട്ടിയെ നയിച്ച പിണറായി വിജയൻ കൂട്ടുനിന്നത് ശരിയായില്ലെന്നും TK ഗോവിന്ദൻ പറഞ്ഞു. സംഘടനാ പ്രവർത്തനത്തിന്റെ പാരമ്പര്യം എണ്ണിപ്പറഞ്ഞാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ TK ഗോവിന്ദൻ വാർത്താസമ്മേളനം നടത്തിയത്. 60 വർഷത്തെ പാർട്ടി ബന്ധം അവസാനിപ്പിക്കുകയാണെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. 25 വർഷത്തോളം പാർട്ടി ഏരിയ സെക്രട്ടറിയായാണ് താൻ പ്രവർത്തിച്ചത്. 30 വയസ്സ് മുതൽ പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് താനുണ്ട്. അടുത്ത കാലത്തായി പാർട്ടിയിൽ നടക്കാൻ പാടില്ലാത്തതാണ് സംഭവിക്കുന്നത്. ഇതിനെ താൻ പാർട്ടിയിൽ എതിർത്തിട്ടുണ്ട്. സംഘടനാ രീതിക്കും ധാർമ്മികതയ്ക്കും ചേരാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥിത്വത്തെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ എതിർത്തിരുന്നു. PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കാൻ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ ആസൂത്രിതമായി ശ്രമിച്ചു. നിങ്ങൾ കാണേണ്ടത് ഒരാളെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരാൻ എത്രമാത്രം ആസൂത്രിതമായിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത് എന്ന് ഇതിൻ്റെ പിന്നിലെ കഥ ഞാൻ മുഴുവൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് പോയി എന്താ സ്റ്റേറ്റിലേക്ക് പോയത് തളിപ്പും മണ്ഡലത്തെ സംബന്ധിച്ച് ഒരേ ഒരു പേര്, ഈ പറഞ്ഞ ചർച്ചയൊന്നും പോയില്ല. സ്വാഭാവികമായും ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു പേര് കിട്ടിയാൽ ഒരു പേര് മാത്രം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് അംഗീകരിക്കപ്പെടുക എന്നുള്ളതാണ്. അത് അംഗീകരിക്കപ്പെട്ടു. തിരിച്ചു വീണ്ടും സെക്രട്ടേറിയറ്റിൽ വന്നു. അന്നേരം വിമർശനമുണ്ട്. പിന്നെ അംഗീകരിക്കപ്പെട്ടു വിമർശനം വന്നു പിന്നെ ജില്ലാ കമ്മിറ്റി വന്നു. 3 തവണ MLA ആയ ആൾ ആ സ്ഥാനത്ത് നിന്നും മാറുമ്പോൾ ഭാര്യയെ ആ സ്ഥാനത്തിരുത്തി. മണ്ഡലം കമ്മിറ്റിയിൽ ശക്തമായ എതിർപ്പാണ് PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ഉയർന്നത്. 3 പേർ ഒഴികെ മറ്റെല്ലാവരും വിയോജിച്ചു. എന്നിട്ടും സ്ഥാനാർത്ഥിയെ മാറ്റാൻ തയ്യാറായില്ല. മണ്ഡലം കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തു. അവിടെ പങ്കെടുത്ത ആളെ കൂട്ടത്തിൽ 3 പേരൊഴികെ മണ്ഡലം കമ്മിറ്റിയിൽ 3 പേരൊഴികെ മുഴുവൻ ആളുകളും രൂക്ഷമായ വിമർശനം എത്തി. ഗോവിന്ദ മാഷ് ഇരുത്തിക്കൊണ്ട് ആരൊക്കെയുണ്ട്? MV ജയരാജൻ, P ജയരാജൻ, KK രാഗേഷ് എല്ലാവരും ഇരിക്കുന്നുണ്ട്. അവിടെ MV മാഷ് യഥാർത്ഥത്തിൽ ആ യോഗത്തിൽ പോകേണ്ട കാര്യം തന്നെയില്ല. പക്ഷേ അങ്ങനെ പോയി നല്ലോണം കേട്ടു. മുഴുവൻ ഇന്ന് വരെ ഇത്രയും രൂക്ഷമായ വിമർശനം ഞങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടായില്ല. പ്രത്യേകിച്ച് നേതാക്കന്മാർ ഇരുത്തി ഇത്രയും വലിയ വിമർശനം ഉണ്ടായില്ല. അങ്ങനെയാണ് ഈ വിമർശനം എല്ലാം കേട്ടു. ഇതെല്ലാം കഴിഞ്ഞു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. പാർട്ടിയുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കുകയാണെന്നും TK ഗോവിന്ദൻ പ്രഖ്യാപിച്ചു. കടുത്ത വിഷമത്തോടെയാണ് തീരുമാനം. MV ഗോവിന്ദൻ MLA ആയതിനു ശേഷം മണ്ഡലം കമ്മിറ്റിയിൽ കണക്കുകൾ അവതരിപ്പിക്കാറില്ല. ആന്തൂരിൽ നടക്കുന്ന ഹാപ്പിനെസ് ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ ഇടപാടാണ് നടക്കുന്നത്. ഇതിന്റെ കണക്കും കൃത്യമായി നൽകാറില്ല. ആന്തൂരിലെ സാജന്റെ മരണവുമായി ബന്ധപ്പെട്ട് ജനവികാരം പാർട്ടിക്ക് എതിരായിരുന്നു. അന്ന് പാർട്ടി വിശദീകരണ യോഗം വിളിച്ചപ്പോൾ നടപടിയെടുക്കുമെന്ന് പറഞ്ഞാണ് അതിൽ നിന്നും രക്ഷപ്പെട്ടത്. എന്നാൽ അതിനുശേഷം P ജയരാജൻ ഉൾപ്പെടെയുള്ളവർ MV ഗോവിന്ദന്റെ കണ്ണിലെ കരടായി. ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ പൊതുയോഗം വിളിച്ചു ചേർത്തു. ആ പൊതുയോഗത്തിൽ ആരൊക്കെ പ്രാസംഗികന്മാർ അറിയും? ഒന്ന് P ജയരാജൻ, എനിക്ക് തോന്നുന്നു P ജയരാജൻ ജില്ലാ സെക്രട്ടറി, MV ജയരാജൻ, ജെയിംസ് മാത്യു, ഞാനും. ജെയിംസ് മാത്യു ആണ് അടുത്ത MLA എന്ന്. പൊതുയോഗം വിളിച്ചു ചേർത്ത് ഈ ടീച്ചറെ ന്യായീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ പൊതുയോഗം നടത്താൻ കഴിയില്ല. പക്ഷെ അന്നേരത്ത് P ജയരാജൻ പറഞ്ഞു ഈ കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നടപടി ഉണ്ടാവും എന്ന് P ജയരാജൻ പ്രസംഗിച്ചു. ഞങ്ങളും പറഞ്ഞു ഇതങ്ങനെ വെറുതെ പോവില്ല, ഇത് ശക്തമായ നടപടി ഇതിലുണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ജനങ്ങളെ അന്ന് സമാശ്വസിപ്പിച്ചത്. പക്ഷേ അത് പിന്നീട് എന്തുണ്ടായി? അത് പറഞ്ഞതിൻ്റെ പേരിൽ, ആ നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ നമ്മളെല്ലാം ഗോവിന്ദ മാഷ നോട്ടപ്പുള്ളിയായി. P ജയരാജൻ്റെ അനുഭവം ഞാൻ പറയുന്നില്ല, ഞാൻ പറയുന്നില്ല. വേണ്ടിവന്നാൽ തളിപ്പറമ്പിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്നും TK ഗോവിന്ദൻ പ്രഖ്യാപിച്ചു. UDF പിന്തുണ നൽകിയാൽ സ്വീകരിക്കും. അതിലൊരു കാര്യമുള്ളത്, ഞാൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ UDF എന്നെ പിന്തുണക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ UDFൻ്റെ പിന്തുണ ഞാൻ സ്വീകരിക്കും. വേറെ ഏതെങ്കിലും ആളുകൾ പിന്തുണക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്ന ഏതെങ്കിലും ഗ്രൂപ്പോ വിഭാഗമോ തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ അത് സ്വീകരിക്കും. വർഗീയ ശക്തികളുടെ പിന്തുണ ഞാൻ സ്വീകരിക്കും. പിണറായി കരുത്തനായ നേതാവാണ്.
അദ്ദേഹത്തിന്റെ സംഘടനാ കരുത്ത് പാർട്ടിക്ക് മുതൽക്കൂട്ടാണ്. MV ഗോവിന്ദൻ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിന് പിണറായി എന്തുകൊണ്ട് വഴങ്ങുന്നു എന്ന് മനസ്സിലാകുന്നില്ലെന്നും TK ഗോവിന്ദൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.